തൈറോയ്ഡ് പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ മുടങ്ങാതെ മരുന്ന് കഴിക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുള്ളത്. എന്നാൽ ചിലരെങ്കിലും അസുഖം കുറഞ്ഞു തുടങ്ങിയാൽ മരുന്ന് കഴിക്കുന്നത് സ്വയം നിർത്തും. ഏത് രോഗത്തിന് മരുന്ന് കഴിക്കുന്നവരും ഇത്തരം പ്രവണത കാണിച്ചേക്കാം. എന്നാൽ തൈറോയ്ഡ് മരുന്നുകൾ കഴിക്കുന്നത് നിർത്തുമ്പോൾ ശരീരം നിരവധി മാറ്റങ്ങൾക്കാണ് വിധേയമാവുക. ഇത് ആരോഗ്യത്തെ പല രീതിയിൽ ബാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ, ഊർജ്ജനില തുടങ്ങി പല വിധത്തിലുള്ള ശാരീരിക പ്രവർത്തനങ്ങൾ തൈറോയ്ഡ് ഗ്രന്ഥിയാണ് നിയന്ത്രിക്കുന്നത്. മരുന്ന് കഴിക്കുന്നവർക്ക് മരുന്നുകളുടെ സഹായമില്ലാതെ മതിയായ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കും. മാത്രമല്ല, ക്ഷീണം, ശരീരഭാരം കൂടുക, വിഷാദം തുടങ്ങി ഹൈപ്പോതൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങൾ വീണ്ടും ശരീരത്തിൽ ഉണ്ടായേക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ രോഗികൾ അവരുടെ മരുന്നുകൾ സ്വയം നിർത്തുന്നതിനെക്കുറിച്ച് ആരോഗ്യ വിദഗ്ധരോട് സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ്. തൈറോയ്ഡ് മരുന്നുകൾ പെട്ടെന്ന് നിർത്തുന്നത് ദീർഘകാലത്തേക്ക് ആരോഗ്യകരമായ അപകടങ്ങൾ ഉണ്ടാക്കും. തൈറോയ്ഡ് ഹോർമോണുകളുടെ അളവ് നിയന്ത്രിക്കാൻ മരുന്നിനെ ആശ്രയിക്കുന്നവർക്ക് മുടികൊഴിച്ചിൽ, ഊർജ്ജനിലയിലെ ഏറ്റക്കുറച്ചിലുകൾ, മാനസിക നിലയിലെ അസ്വസ്ഥതകൾ, ആർത്തവം, താളം തെറ്റൽ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾക്ക് കാരണമാകും. മാത്രമല്ല, മറ്റൊരു അപകടകരമായ കാര്യം തൈറോയ്ഡ് മരുന്നുകൾ നിർത്തുന്നത് ഹൃദ്രോഗം, ഓസ്റ്റിയോപോറോസിസ്, വന്ധ്യത, വിഷാദം എന്നിവയ്ക്കുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാരുമായി ആലോചിച്ചതിന് ശേഷം മാത്രമേ തൈറോയ്ഡ് മരുന്നുകൾ നിർത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കാവൂ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.